അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലിരിക്കുന്ന ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിച്ച ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ, സോളിഡാരിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രിയ സുഹൃത്തുമായ ദുൽകിഫിൽ, പ്രിയ സുഹൃത്തും മക്തൂബ് മീഡിയയുടെ സിഇഒയും കൂടിയായ ഷംസീർ ഇബ്രാഹിം, സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി റിഷാദ്, ഏറെ പ്രിയപ്പെട്ടവർ, രക്ഷിതാക്കൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, നാട്ടുകാർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് സംഘടിപ്പിച്ച ഒരു സമ്മേളന പരിപാടിയിലാണ് നാം ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. മാഷാ അല്ലാ സ്റ്റിക്കർ, കാഫിർ സ്ക്രീൻഷോട്ട്, CPM ധ്രുവീകരണ അജണ്ടകളെ ചെറുക്കുക എന്നതാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ഈ സമ്മേളനത്തിന് തലവാചകമായി നൽകിയിട്ടുള്ളത്. ഇവിടെ സവിസ്തരം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഉദ്ഘാടക പ്രഭാഷകൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചു കഴിഞ്ഞു. ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം വിളിച്ച് പത്രക്കാരുടെ ചോദ്യത്തിൻ്റെ മുമ്പിലുമൊക്കെ പല വിധത്തിലുള്ള സിദ്ധാന്തങ്ങൾ അഴിച്ചുവിട്ടത് നാം കണ്ടതാണ്. ഈ സ്ക്രീൻഷോട്ട് വിവാദത്തിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇവിടെ നടന്ന ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിച്ചതിൻ്റെ ഒരു പ്രചരണ പരിപാടി എന്ന നിലക്ക് വളരെ അയഞ്ഞ സമീപനത്തോടു കൂടിയിട്ടാണ് പലപ്പോഴും CPM-ന്റെ നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട എൻ്റെ രക്ഷിതാക്കളും ഈ നാട്ടിലെ എൻ്റെ സഹോദരന്മാരും ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന DYFIയുടെ പ്രവർത്തകരുണ്ടെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്തസ്സോടുകൂടി തന്നെ ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു എന്ന് ഏറ്റുപറയേണ്ടുന്ന ഒരു സമയം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്. നിങ്ങൾ എന്തിനാണ് അതിന് മടിക്കുന്നത്? റിബേഷ് രാമകൃഷ്ണൻ ആണല്ലോ ഒരു ഭാഗത്ത് ഇതിൻ്റെ പ്രതിയായിട്ട് സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഇവിടെ പ്രതിയായിട്ടുള്ളത്. എന്താ റിബേഷിന് വന്നിട്ട് ഞാനാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ശ്രമഫലമായിട്ടാണ് ഇത് സംഭവിച്ചത് എന്ന് ഏറ്റുപറയുന്നതിന് എന്താണ് പ്രശ്നം? അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ ഒരു പ്രചരണത്തിന് ഞാൻ നേതൃത്വം നൽകുമെങ്കിലും ഏത് പ്രൊഫൈലിൽ നിന്നാണ് ഇത് വന്നത് എന്നതിനെ സംബന്ധിച്ച് പറയാൻ എനിക്ക് കഴിയില്ല. എന്തിനാണ് മൂടി വെക്കേണ്ട ആവശ്യം? എന്തിനാണ് ഇത്രയും കാലം? നമുക്കറിയാം, വടകരയുടെ പ്രചരണ സമയങ്ങളിൽ, ഇലക്ഷൻ പ്രചരണ സമയങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ വന്ന് ഇവിടുത്തെ CPM-ന്റെ നേതാക്കന്മാർ വീമ്പിളക്കിയത് ഏതൊക്കെ സ്വഭാവത്തിലായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മാരകമായ ഒരു മുറിവ്, ആഴത്തിലുള്ള ഒരു മുറിവ് പറ്റിയ ഒരു സമയത്താണ് സ്ക്രീൻഷോട്ട് വിവാദത്തിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ പാർട്ടിയായിരുന്നു എന്ന് ഇവിടുന്ന് കോടതി തന്നെ ആ സ്വഭാവത്തിൽ ഇവിടുന്ന് പറഞ്ഞത്. നിങ്ങൾ അറിയിക്കണം, ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, യഥാർത്ഥത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള പരിക്കെന്ന് പറയുന്നത്, ആഴത്തിലുള്ള മുറിവെന്ന് പറയുന്നത് കാണാതെ പോകാൻ പാടില്ല. കാരണം ഇവിടെ മുസ്ലിം വിരുദ്ധ സമീപനവും പ്രസ്താവനകളും ഏറ്റവും പെട്ടെന്ന് തന്നെ ഏതൊരാൾക്കും പെട്ടെന്ന് തന്നെ ചെലവാകുകയും ആളുകൾ തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും
അങ്ങനെ ഇവിടുത്തെ ഒരു പൊതുബോധം എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധ പൊതുബോധമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന സ്വഭാവത്തിലുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുകയും അതുകൊണ്ട് പ്രസ്താവനകളായി, ലേഖനങ്ങളായി, പ്രഭാഷണങ്ങളായി, സ്ക്രീൻഷോട്ടുകളായി, മാഷാ അല്ലാഹ് സ്റ്റിക്കറുകളായി അങ്ങനെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ കലങ്ങിപ്പോകും എന്ന ഒരു ധാരണ ഇവിടുത്തെ കഴിഞ്ഞകാല പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ ഉണ്ട് എങ്കിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പറയുന്നു അതിനെ ചെറുക്കുക എന്നുള്ള ദൗത്യത്തിൽ തന്നെയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. മാരകമായ പരിക്ക് പറ്റിയിട്ടുള്ള ഇത്തരം പ്രസ്താവനകളും സ്റ്റിക്കറുകളും അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടുകൾ മുഴുവൻ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ മുറിവുറുക്കുന്നിടത്തും മുസ്ലിം സമുദായത്തിന് അന്തസ്സോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നിടത്ത് ഇങ്ങനെ ഈ മുസ്ലിം സമുദായത്തെ ആ സ്വഭാവത്തിൽ തന്നെ നിങ്ങൾ ഒരു മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ട് ഏതെങ്കിലും ഒന്നിനും പറ്റാത്തൊരു വിഭാഗം എന്നുള്ള സ്വഭാവത്തിൽ കോർണൽ വൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ അന്തസ്സോടുകൂടി സമുദായത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്ന ഒരു ദൗത്യം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നിർവഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം സംസാരങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞതാണ്. പലപ്പോഴും നമുക്ക് വോട്ടിന്റെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, CPM എന്ന് പറയുന്ന പാർട്ടിയെ നമുക്കറിയാം, CPM എന്ന് പറയുന്ന ഇവിടുത്തെ ഇടതുപക്ഷത്തെ നമുക്കറിയാം. CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും ഒരുപക്ഷെ ഉള്ളടക്കം എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധതയല്ലെങ്കിലും അതിൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, ഈ മുസ്ലിം വിരുദ്ധതയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് കൃത്യമായി കൊണ്ട് തിരിച്ചറിഞ്ഞവരാണ് ഇവിടുത്തെ CPM-ഉം ഇടതുപക്ഷം എന്ന് പറയാൻ നാം നിർബന്ധിതരാണ്. ഇതിനെങ്ങനെ ഉപയോഗപ്പെടുത്താം, ഇതിന്റെ ഓരോ വശം എടുത്തിട്ട് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. നേരത്തെ ഒരുപാട് പ്രസ്താവനകൾ പറഞ്ഞല്ലോ. ആ പ്രസ്താവനകളിൽ മുഴുവൻ അപകടകരമായ വിധത്തിൽ ഇവിടുത്തെ സാമൂഹികമായ സ്പർദ്ധകൾ ഉണ്ടാക്കി, വിഭാഗീയതകൾ ഉണ്ടാക്കി. മുസ്ലിം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ മുസ്ലിങ്ങളെ തീവ്രവാദികൾ, ഇവര് രാജ്യദ്രോഹികൾ, മുസ്ലിമാണോ എങ്കിൽ ഇവരെ മുഴുവൻ സമൂഹത്തിൽ നിന്ന് അകറ്റണം, ഇങ്ങനെ മുസ്ലിം സമുദായത്തെ മുഴുവൻ ഏതെങ്കിലും അർത്ഥത്തിൽ ഒഴിവാക്കുവാനുള്ള ശ്രമം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷം ഉപയോഗിച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ തിരിച്ചറിയുക എന്നതാണ് വടകരയിലെ ഈ സ്റ്റിക്കർ വിവാദവുമായി ബന്ധപ്പെട്ട്, മാഷാ അല്ലാഹ് സ്റ്റിക്കർ വിവാദവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ CPM മുസ്ലിം വിരുദ്ധത ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, അത് എവിടെയാണ് കൊണ്ടെത്തിക്കുക എന്നുള്ളത്? അവിടെയാണ് സോളിഡാരിറ്റി നിങ്ങളുടെ മുമ്പിൽ ഒരു തിരിച്ചറിവ് നൽകുന്നത്. നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ, കഴിഞ്ഞ 10 വർഷം കേരളത്തിന്റെ മണ്ണ് എന്ന് പറയുന്നത് ഇസ്ലാമിക് ഫോബിക് ആയിരിക്കുന്നു എന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പറയുമ്പോൾ ഇവരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത്രയധികം മുസ്ലിം സമുദായത്തെ ചേർത്ത് പിടിച്ച ഒരു മതവിഭാഗം ഇടതുപക്ഷമല്ല എന്നും CPM അല്ല എന്നും, ഞങ്ങളല്ല ഇവിടുന്ന് സ്കോളർഷിപ്പുകളും അതുപോലെ തന്നെ ഇവിടുത്തെ വേണ്ട പെൻഷനുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരല്ലേ പെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ വാദം വിഴക്കിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷത്തോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ എവിടെയാണ് മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് ശബ്ദിച്ചിട്ടുള്ളത്? എവിടെയാണ്? ഈ അടുത്ത കാലഘട്ടങ്ങളിൽ തന്നെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കണം. ഇവിടുന്ന് പറഞ്ഞു, പലരും ഇവിടുത്തെ മുസ്ലിം സമുദായം അനർഹമായി നേടിയെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളിൽ മുസ്ലിം സമുദായമുണ്ട്, അനർഹമായി നേടിയെടുത്തിട്ടുണ്ട് എന്ന് ഇവിടുത്തെ പല സമുദായ നേതാക്കന്മാരും പറഞ്ഞപ്പം കമാ എന്നൊരക്ഷരമുണ്ടാൻ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ, ഞങ്ങളാണ് ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ സംരക്ഷിച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയണം, നമുക്കറിയാം കാസർഗോഡ് ജില്ലയിലെ റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, പള്ളിയിലെ ഒരു ഉസ്താദ്, അധ്യാപകന് രാത്രി വന്നിട്ട് മദ്യലഹരിയിലാണ് എന്നാണ് പ്രചരണം നടത്തുന്നത്. മദ്യലഹരിയിലായി കൊണ്ടിരിക്കുന്ന 2 ചെറുപ്പക്കാർ, സംഘപരിവാറിന്റെ ചെറുപ്പക്കാർ പള്ളിയിൽ കയറി വരികയാണ്. പള്ളിയിൽ കയറി വരുന്നിട്ട് മദ്യലഹരിയിലായിട്ട് പള്ളിയിലേക്കുള്ള വഴിയറിയുന്നു. പള്ളിയിൽ ശാന്തനായിട്ട് കിടന്നുറങ്ങുന്ന റിയാസ് മൗലവിയെ അർദ്ധരാത്രിയിൽ പള്ളിയിൽ കയറി ഗേറ്റ് ചവിട്ടി തുറച്ച് പള്ളിയുടെ വാതിൽ തുറത്തിപ്പിടുത്ത് മൗലവിയെ മുഴുവൻ വെട്ടിക്കൊലപ്പെടുത്തുന്നു. വെട്ടിക്കൊലപ്പെടുത്തിയ കേസ് എന്തായി പ്രിയപ്പെട്ടവരെ? അതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ സമയമില്ല. ഞാൻ പറയുന്നു, അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ കഴിഞ്ഞ മാസം അതിൽ പിടിക്കപ്പെട്ട മുഴുവൻ പ്രതികളെയും വെറുതെ വിടുന്ന സമയത്ത് സർക്കാർ എന്തെങ്കിലും അർത്ഥത്തിൽ സംസാരിച്ചോ? പ്രിയപ്പെട്ടവരെ, സംഘപരിവാറിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഇവിടെ ഒരുക്കി കൊടുക്കുന്നിടത്ത് ഈ സംഘപരിവാറിന് അനുകൂലമായ ഒരു അന്തരീക്ഷവും ഇവിടുത്തെ നിയമവും സംവിധാനവും മാറുന്നിടത്ത് CPM പോലെയും ഇടതുപക്ഷം പോലെയുമുള്ള സംവിധാനങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ ചെറിയ ഉദാഹരണങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. കൊടിഞ്ഞി ഫൈസലിനെ നമുക്ക് മറക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, കൊടിഞ്ഞി ഫൈസൽ എന്ന് പറയുന്ന ഒരു
ഒരു മനുഷ്യന് സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇസ്ലാം സ്വീകരിക്കുക എന്നതല്ല, മതം മാറാൻ, നമ്മുടെ പേര് മാറുന്നത് പോലെ, സർട്ടിഫിക്കറ്റ് മാറുന്നത് പോലെ മതം മാറാൻ അനുവദനീയമായ സ്വാതന്ത്ര്യമുള്ള ഒരു മതാധിപത്യത്തിന്റെ, ഒരു മതേതരത്വ രാജ്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഒന്നാണ് നമ്മുടെ രാജ്യം. ഈ കൊടിഞ്ഞി ഫൈസൽ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ നമ്മൾ അറിഞ്ഞിരുന്നോ? പക്ഷേ ആ കൊടിഞ്ഞി ഫൈസലിനെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ വെട്ടിക്കൊലപ്പെടുത്തിയില്ലേ? സംഘപരിവാറാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. പക്ഷേ ഞാൻ ചോദിക്കുന്നു, കൃത്യമായിക്കുള്ള നീതി വാങ്ങിക്കൊടുക്കുന്നിടത്ത് ഇടതുപക്ഷം എവിടെയാണുള്ളത്? എന്തെങ്കിലുമൊക്കെ ഇതിനെതിരെ സംസാരിക്കുന്നവരെടുത്തോടുകൂടി ഇവർ നടപ്പിലാക്കുന്ന നയങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒന്നെടുത്തുകൊണ്ട് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പൊ പറയും ഇവര് തീവ്രവാദികളാണ്, ഇവര് രാജ്യദ്രോഹികളാണ്, ഇവർക്ക് ബന്ധം അവരുമായി കൊണ്ടാണ്. ഇവരിലെ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം കേട്ടോ, ഇവരുടെ ചെറുപ്പക്കാർക്ക് ബന്ധം അവിടെ നിന്നാണ്. നിങ്ങൾക്കറിയുമോ, പറവൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം എറണാകുളം ജില്ലയിലെ ഇതുപോലെ തന്നെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം, കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട പോലെയുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണോ? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ, അപകടമുണ്ട്. അതുകൊണ്ടാണല്ലോ TP വധിക്കും കാലങ്ങളായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചതാണ്. എങ്ങനെ TP വധിക്കാൻ പല ശ്രമങ്ങളും ഞങ്ങൾ നടത്തിയതാണ്. അതുകൊണ്ട് ചെലവായി പോകുന്ന ഒന്നേ ഉള്ളൂ, വധിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട വണ്ടിയുടെ മുമ്പിൽ മാഷാ അല്ലാഹ് സ്റ്റിക്കർ പതിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്ഭുതകരമായി രക്ഷപ്പെടാം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, പിറ്റേന്ന് കൈരളി ന്യൂസിൽ രാവിലെ തന്നെ ഇവിടുത്തെ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് വന്നു, സംശയമുണ്ട് വണ്ടിയിൽ മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഉണ്ട്. എവിടേക്കാണ് പോക്ക്? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഗെയിൽ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലബാറിൽ സമരം ഇടതുപക്ഷ വിരുദ്ധ സമരം നടത്തുമ്പോൾ ഇടതുപക്ഷ വിരുദ്ധ സമരത്തിന്റെ മുന്നണിയിൽ തീവ്രവാദികളാണെന്ന് ചാപ്പകുത്തുന്നു. ഇപ്പോൾ ഇതാ നമ്മൾക്കറിയാം, നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്നു കാഫിർ വിവാദം എവിടെ നിന്നുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ, നമ്മൾ മറന്നിട്ടില്ല, അധികം നമ്മൾ സഞ്ചരിച്ചിട്ടില്ല. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് കാഫിർ സ്ക്രീൻഷോട്ട് വന്നത് മുതൽ തന്നെ ഇവിടുത്തെ പത്രമാധ്യമങ്ങളിൽ മുഴുവൻ നമ്മൾ കണ്ട കാര്യങ്ങൾ എന്താ? ഇവിടുന്ന് അങ്ങോട്ട് സ്ഥാനാർത്ഥിയുടെ ഒരു പത്രപ്രസ്താവന, ഗോവിന്ദമാഷിന്റെ പത്രപ്രസ്താവന, സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ ഒരു പത്രപ്രസ്താവന. കേരളം ഇതാ കലങ്ങിയിരിക്കുന്നു. ഇവിടുത്തെ പലവിധത്തിലുള്ള മുസ്ലിം ഇവിടുത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ മതാന്തരീയമായുള്ള അടയാളങ്ങളായിട്ട് മാറിയിരിക്കുന്നു. നിങ്ങളറിയണം പ്രിയപ്പെട്ടവര്, ഇവിടുത്തെ റെഡ് കൗണ്ടേഴ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇവിടുന്ന് കൃത്യമായിട്ടുണ്ടല്ലോ. ഇവിടെ റെഡ് ബറ്റാലിയൻ ഉണ്ട്. ഞങ്ങൾക്ക് നേരത്തെ ഞങ്ങൾ പരിചയപ്പെട്ടുള്ളത് ചെമ്പട എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങളുടെ ചെമ്പട, ടീച്ചറുടെ ചെമ്പട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെമ്പട മാത്രമല്ല, ഇവിടുന്ന് ഓരോ അമ്പാടിമുക്കില് ഇവിടുത്തെ വാട്സപ്പ് കൂട്ടായ്മകൾ, അമ്പാടിമുക്ക് സഖാക്കൾ, എന്തേ മറന്നുപോയോ നിങ്ങൾ ഓരോ കാര്യങ്ങളും? അവിടെ നിന്ന് അങ്ങോട്ട് ഇതിന്റെ പ്രഭവ കേന്ദ്രം എവിടെ നിന്ന് ഇത്രയധികം ഇവിടുത്തെ ഡിജിറ്റൽ യുഗം ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ഒരു സമയത്ത് ഈ സ്ക്രീൻഷോട്ടിന്റെ ഉത്ഭവം എവിടുന്ന് എന്ന് കണ്ടെത്താൻ എന്താ പണി പ്രിയപ്പെട്ടവരെ? എന്നിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നു, റിബേഷ് പറയുന്നു അതിന്റെ അങ്ങോട്ട് പറയാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം അതിന്റെ പിന്നിലാരാണ് എന്ന്. അത് എവിടറ്റം പോകും എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണല്ലോ TP വധക്കേസ് ഉൾപ്പെടെയുള്ള പലതിന്റെയും അറ്റം കാണാതെ ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഇതുണ്ടാക്കുന്ന ഏറ്റവും വലിയ മുറിവെന്ന് പറയുന്നത് ഒരു മുസ്ലിം സമുദായത്തിലെ മുഴുവൻ ഇവിടെ അപകടകരമായ രീതിയിൽ സംശയാസ്പദമായ സ്വഭാവത്തിൽ ഒരു മുസ്ലിം സമുദായത്തെ മുഴുവൻ നിലനിർത്തുന്നിടത്ത് സംഘപരിവാറിന്റെ ഹിന്ദുത്വ അജണ്ടക്ക് ആ സ്വഭാവത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുന്ന പണിയാണ് ഇവിടുത്തെ CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ INL എന്ന് പറയുന്നത്, PDP ഉണ്ടല്ലോ, INL ഉണ്ടല്ലോ. എങ്ങനെയാ PDPയെയും INLനെയും CPM കാണുന്നത്? എത്ര കാലമായിട്ടുണ്ടാക്കുന്നു? ഞങ്ങൾക്ക് പ്രശ്നമാണ്. മാണി ഗ്രൂപ്പ് CPMന്റെ കൂടെ പോയപ്പം ജൗജി ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രയോഗം നടത്തിയിരുന്നു. അപ്പൊ പറഞ്ഞ് അത് ഞങ്ങളുമായി കൊണ്ട് ബന്ധമില്ലാത്ത കാര്യമാണ്, അതിനെന്തിനാ ഞങ്ങൾ ഇടപെടുന്നത്? തിരുത്താൻ കഴിഞ്ഞോ ഇവർക്ക്? ഇവിടെയാണ് പ്രിയപ്പെട്ടവര് ഒരു ചെറുപ്പം ഉണർന്നെണീറ്റിട്ടുണ്ട്. ഈ മുസ്ലിം സമുദായത്തില് പഴയ പോലെ കേൾക്കുന്നത് മുഴുവൻ ഇങ്ങനെ അറച്ചു നിന്നിട്ട് ഞങ്ങൾ അങ്ങനെ എന്ന് പറഞ്ഞ ഒരു കാലത്ത് നിന്ന് ചോദ്യം ചോദിക്കുവാനും നിങ്ങളുടെ മുമ്പിൽ തന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കെതിരെ ശബ്ദിക്കാനും അന്തസ്സോടുകൂടി പണിയെടുക്കാനും നിങ്ങൾക്കെതിരെ കൗണ്ടർ അറ്റാക്കുകൾ നടത്താനും ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പണിയെടുക്കാനും പറ്റുന്ന ഒരു സംഘം ഈ സമുദായത്തിൽ നിന്നുണ്ടായി വരുന്നുണ്ട്. കാര്യങ്ങളെ തിരിച്ചറിയുന്നുണ്ട്, കാര്യങ്ങളെ പഠിക്കുന്നുണ്ട്, കാര്യങ്ങൾ നല്ല ബോധമുണ്ട്. ചരിത്രത്തെ നമ്മൾ മറന്നിട്ടില്ല.
അതുകൊണ്ടാണ് പറയുന്നത് സംഘപരിവാറിന് നിങ്ങൾ വളമിട്ട് കൊടുക്കുന്നു, സംഘപരിവാറിന് നിങ്ങൾ കാര്യങ്ങൾ വേഗത്തിലാക്കി കൊടുക്കുന്നു. കഴിഞ്ഞ 11 ലോകസഭാ മത്സരങ്ങൾ കഴിഞ്ഞു, റിസൾട്ട് വന്നു. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്കാണ് ഭൂരിപക്ഷം, ഒരു സംശയവുമില്ല. നമുക്കറിയാം അതിന്റെ പിന്നിൽ എന്താ, ആർക്കാണ് ഇസ്ലാമോഫോബിക് എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു ശുദ്ധ ഭൂമിയെ, മതേതര ഭൂമിയെ ഇസ്ലാമിക് ഫോബിക് അന്തരീക്ഷത്തിൽ നിലനിർത്തുന്നോടത്ത് CPM കാണിച്ചിട്ടുള്ള ഒരു വേഗതയുണ്ടല്ലോ, ആ വേഗതയാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ ഇവിടെ അതിനു വേണ്ടിയിട്ട് ഫലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്തല്ലേ ഇവിടുന്ന് റെയിൽ വിവാദമുണ്ടായത്, ട്രെയിൻ കത്തിക്കൽ വിവാദമുണ്ടായത്. ട്രെയിൻ കത്തിക്കൽ വിവാദമുണ്ടായ ഉടനെ പിടികൂട്ടു ആലുവയിലെ പാനായിക്കുളത്തെ ഒരു മുസ്ലിം യുവാവിന്റെ വാതിലിൽ ചെന്നിട്ട് മുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, താൽക്കാലികമായിട്ട് നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ വന്നു. അവിടുന്ന് വന്ന നോർത്ത് ഇന്ത്യയിൽ വന്ന ജപമാലയിട്ട നല്ല ഒരു താടിയുള്ള തലപ്പാവുള്ള ഒരാളെ ഈ ട്രെയിൻ കത്തിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടികൂടിയിരിക്കുന്നു. ഇത് ഫ്ലാഷ് ന്യൂസുകളായിട്ട് വന്നതാണ്. ഞാൻ പറയുന്നു, ഈ അപകടത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോളിഡാരിറ്റി അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇസ്ലാമിക് ഫോബിക്കായ ഏത് അന്തരീക്ഷത്തെയും ചെറുത്തു നിൽക്കുന്നിടത്ത് കേരളത്തിന്റെ ഒരു ഉജ്ജ്വല സമുദായ ഒരു സംവിധാനമായി കൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എഴുന്നേറ്റ് നിൽക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാൻ പറയപ്പെട്ടവർ. 1993 അടുത്ത ആഴ്ച നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാൻ നിൽക്കുകയാണ്. സാധാരണഗതിയിൽ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഘോഷയാത്രകൾ നടക്കും. ആ ഘോഷയാത്രകൾ നടക്കുന്നതിന്റെ ഇടയിലാണ് ഈ 1993 താനൂരിലെ ഈ ബോംബ് നിർമ്മാണത്തിന്റെ ഇടയിലെ തിരുവനന്തപുരത്തു നിന്നും വന്ന ഒരു ചെറുപ്പക്കാരൻ ഉൾപ്പെടെയുള്ള താനൂരിലെ ഒരു RSSകാരന്റെ ഒരു വീട്ടില് ബോംബ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ 2 നില വീട് പൊട്ടി തകർന്നത്. ഒരാൾ അതിൽ മരണപ്പെട്ടു. നിങ്ങൾക്കറിയാം 1993 സെപ്റ്റംബർ 19 അന്നത്തെ മലപ്പുറം ജില്ലയുടെ SP ശ്രീമാൻ ഉമ്മൻ കോശി പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചു. കാരണം സെപ്റ്റംബർ 7-ാം തീയതി 8-ാം തീയതി നടക്കാനിരിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രക്കിടയിൽ പൊട്ടിക്കുവാൻ തയ്യാറാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോംബ്, ആ ബോംബ് നിർമ്മാണത്തിനിടെയാണ് അതിന് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരത്തു നിന്ന് വന്ന ഒരു സംഘപരിവാർ പ്രവർത്തകൻ മരണപ്പെടുന്നത്. ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇതാണ് പ്രിയപ്പെട്ടവരെ മറ്റൊരു പതിപ്പായി കൊണ്ട് വണ്ടിയുടെ മുന്നിൽ മാഷാ അല്ലാഹ് സ്റ്റിക്കറും ഈ കാഫിർ സ്ക്രീൻഷോട്ടും എന്ന് പറയുന്നത്. ഇതാർക്കാണ് ഗുണം ചെയ്യുക? ഇവിടെയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളോടത്ത് ഈ ഇസ്ലാമിക് ഫോബിക് അന്തരീക്ഷത്തെ ഈ ധ്രുവീകരണത്തിന്റെ അജണ്ടയായിട്ട് ഒരുപക്ഷെ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടുന്നത് BJP ആയിരിക്കും. ഇത് സാധാരണഗതിയിൽ ഒരു വോട്ട് രാഷ്ട്രീയത്തിൽ മാത്രമല്ലട്ടോ. റിസൾട്ട് വന്നു. ഇപ്പോഴും നിങ്ങൾക്കറിയല്ലോ മലബാറിലെ മക്കള് ഒരൊറ്റ പ്രസ്താവന മതി. നേരത്തെ സൂചിപ്പിച്ചു, ലവ് ജിഹാദിന്റെ ആരോപണം ആദ്യമായിട്ട് തുടക്കം കുറിച്ചത് എവിടുന്ന എന്നുള്ളത്. കാരണം CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും ഉള്ളിലെ ഞരമ്പിൽ ഒരു മുസ്ലിം വിരുദ്ധതയുണ്ട്. അതുകൊണ്ടാണല്ലോ മലപ്പുറത്തുനിന്ന് കുട്ടികൾ ജയിച്ചാൽ കോപ്പി അടിച്ചിട്ടാന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ മലപ്പുറത്ത് പ്രസവം പന്നി പ്രസവിക്കുന്നത് പോലെ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഒരു ബൈ ഇലക്ഷനിൽ മലപ്പുറത്ത് നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ആ മലപ്പുറത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് വർഗീയത എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഇവിടെ നിന്ന് നല്ല മിടുക്കരായ കുട്ടികൾ പഠിച്ച് മാർക്ക് നേടി ഇവിടുത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുമ്പോൾ ആ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ മലപ്പുറത്തെയും കോഴിക്കോട്ടെയും മലബാറിലെയും തീവ്രവാദി കുട്ടികളാണ് കേട്ടോ. ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് പാർട്ടി ക്ലാസ്സിൽ സഖാവിന് പറയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഇത് ഏതോ ഒരു ഇലക്ഷൻ സമയത്ത് ഉണ്ടാക്കിയ ഒരു കോൺഗ്രസിന്റെയോ ഒരു LDFന്റെയോ UDFന്റേതല്ല. ഇത് മുസ്ലിം സമുദായത്തെയാണ് പരിക്കേൽപ്പിക്കുന്നത്. തിരിച്ചറിയണം നമ്മൾ. ഇവിടുത്തെ CPMും ഇടതുപക്ഷവും കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള മുസ്ലിം വിരുദ്ധ സമീപനങ്ങളെ തിരിച്ചറിയാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയില്ല. അതാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് വീണ്ടും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കരുതലിന്, ഈ ഒരു ജാഗ്രതയോട് കൂടിയിട്ട്, ഇതിനെ കരുതലോട് കൂടിയിട്ട് സമുദായത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് സംസാരിക്കേണ്ടുന്ന, പ്രാതിനിധ്യം വഹിക്കേണ്ടുന്ന ചുമതല പ്രിയപ്പെട്ടവരെ നമുക്കുണ്ട് എന്നുള്ളത്. മതമില്ലാത്ത ജീവൻ നമ്മൾ മറന്നോ? കാരണം നമുക്കറിയാം CPMും ഇടതുപക്ഷവും കേവലം ഒരു മതമുക്തമായ ഒരു സിദ്ധാന്തമാണ്. അതിൽ നിന്നുകൊണ്ട് അവർ പറയുന്നു
നമുക്ക് ഇവിടുത്തെ കേരളത്തിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തണം. അതുകൊണ്ട് നമുക്ക് സെക്കുലർ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കൊണ്ട് മതമില്ലാത്ത ജീവൻ അധ്യായങ്ങൾ പകർന്നു കൊടുക്കണം. ഞാൻ പറയുന്നത് 10 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീമാൻ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായപ്പോഴാണ്. അതിന് മുമ്പിൽ ഉറച്ചു നിന്നു. ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളോടൊപ്പം അന്നത്തെ ഇവിടുത്തെ സമുദായ നേതാക്കൾ മുഴുവൻ ഉറച്ചു നിന്നു. എന്നിട്ട് നമുക്കറിയാം, അതിന്റെ മുമ്പിൽ നമുക്കറിയാൻ പറ്റും, ഇവിടുത്തെ ക്യാമ്പസുകളിലേക്ക് മുഴുവൻ ലോട്ടറി വിൽപ്പനക്കാരനാക്കിയിട്ട് കുട്ടികളെ ഏജൻസി പണിയെടുപ്പിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് മതമില്ലാത്ത ജീവൻ ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അങ്ങോട്ട് തെക്കോട്ട് യാത്ര ചെയ്ത് പോകും. നമ്മുടെ മലബാർ കഴിഞ്ഞാലുള്ള പല ക്യാമ്പസുകളും, മലപ്പുറത്തെയും മലബാറിലും ഉൾപ്പെടെയുള്ള പല ക്യാമ്പസുകളിലും, ആ ക്യാമ്പസുകളിൽ ഇവിടുന്ന് കെട്ടയച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന അജണ്ടകൾ ഏത് വിധമുള്ളതാണ്? എന്താണ് ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടുന്ന് അങ്ങോട്ട് ലിബറലിസത്തിന്റെയും ഏതൊരു സ്വതന്ത്ര ചിന്തയുടെയും എല്ലാ തരത്തിലെയും ഇവിടുന്ന് അയച്ചു വിട്ടുകൊണ്ട്, ഇതാണ് യഥാർത്ഥത്തിൽ ക്യാമ്പസ് എന്ന് പറയുന്നു, ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടപ്പിലാക്കേണ്ടത് എന്ന് പറയുന്നിടത്തുമാണ് കൈകെട്ടി നിൽക്കണം എന്നതാണോ നമ്മൾ ഇതിൽ നിന്നെടുക്കേണ്ട തീരുമാനം? അതുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ സ്ക്രീൻഷോട്ട് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ ഈ ഇവിടത്തെ ജനാധിപത്യ വിശ്വാസികളുടെ മുമ്പിൽ പറയണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് സോളിഡാരിറ്റി വടകരയിൽ വിളിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം ഇതൊരു കോൺഗ്രസിന്റെ ഒരു പോസ്റ്റ് ഇലക്ഷന് ശേഷം, അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇതങ്ങോട്ട് മാറിക്കോളാം എന്ന ഒരു ധാരണയിൽ ഇവിടുത്തെ സഖാക്കൾ നിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. ഇനി വരാനിരിക്കുകയാണ്. ഇനി നിങ്ങൾ ചിലതും കാണാൻ പോകും. ഇപ്പോൾ ഇവിടുന്ന് പല തലത്തിൽ ഞങ്ങൾക്ക് എങ്ങനെ ഒരു വോട്ട് രാഷ്ട്രീയത്തെ ഒരു മുസ്ലിം വിരുദ്ധത്തിന്റെ പ്ലാറ്റ്ഫോമാക്കി വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ആളുകൾ മുഴുവൻ വയനാട്ടേക്ക് മുണ്ടക്കയത്തേക്ക് മുഴുവൻ ആളുകൾ ഒഴുകിയപ്പോഴും സേവനങ്ങൾ അർപ്പിച്ചപ്പോഴും നമുക്ക് നമ്മുടെ വോട്ട് രാഷ്ട്രീയത്തിന് ഏറ്റവും ചേർന്ന പണിയാണ് നമുക്ക് ഒരു പന്നിമാംസത്തിന്റെ ഒരു ചലഞ്ച് നടത്താം. ഇത് മറ്റൊരു തന്ത്രമാണ്. മറ്റൊരു തന്ത്രമാണ്. ഇനി അടുത്ത നിമിഷം നിങ്ങൾക്ക് വരും ഇവിടുത്തെ മലബാറിലെ പള്ളി കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് പള്ളി വികസിപ്പിച്ചു കൊടുക്കുന്ന പണി, ഹൗലുണ്ടാക്കി കൊടുക്കുന്ന പണി. ഇവിടുത്തെ ഏതെങ്കിലും ഒരു പ്രകടനത്തിൽ മുഴുവൻ തട്ടമിട്ട വിദ്യാർത്ഥിനികളെയും താത്തമാരെയും സ്ത്രീ സഹോദരിമാരെയും അണിനിരത്തിക്കൊണ്ട് ഇപ്പൊ കണ്ടില്ലേ, ഞങ്ങൾ ഇവിടുത്തെ സമുദായത്തിന് വേണ്ടിയിട്ട് ശബ്ദിക്കുന്നു. എന്തൊക്കെയാണ് ഞങ്ങൾ ആഹ്വാനം നടത്തിയത്, എന്തൊക്കെയാണ് ഞങ്ങൾ പെൻഷനായിട്ട് നൽകിയത്, എന്തൊക്കെയാണ് ഇവിടുത്തെ നൽകിയത്, ഇവിടുത്തെ വിദ്യാഭ്യാസ പുരോഗതിയിൽ. ഇപ്പോൾ അതാണല്ലോ പറയുന്നത്, മലപ്പുറം ജില്ല ഞങ്ങളല്ലേ കൊണ്ടുവന്നത്, യൂണിവേഴ്സിറ്റി ഞങ്ങളല്ലേ കൊണ്ടുവന്നത്. അവരോട് തിരിച്ചു ചോദിക്കാൻ ചില ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കണം. നിങ്ങളുടെ ഉള്ള് എന്ന് പറയുന്നത്, നിങ്ങളുടെ ആലോചനകൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ സഖാക്കളും കുട്ടി സഖാക്കളും മുതൽ തലമുതിർന്ന നേതാക്കന്മാരടക്കമുള്ള ആളുകൾ എന്ന് പറയുന്നത് കിട്ടാവുന്ന അവസരങ്ങളിൽ മുഴുവൻ എങ്ങനെ മുസ്ലിം വിരുദ്ധതയെ അങ്ങനെ ഒരു ആക്രോശിച്ചുകൊണ്ട് ഇതിനെങ്ങനെ നിങ്ങൾക്ക് മുതലെടുപ്പ് നടത്താം എന്നതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു കേസ് സ്റ്റഡി എടുത്താൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അഭിമാനിക്കാൻ പറ്റും. മുഴുവൻ ഡാറ്റകളും സോളിഡാരിറ്റിയുടെ കയ്യിലുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. ആരൊക്കെ ഇവിടെ നടത്തി, ഓരോരുത്തരെയും CPM-ന്റെ ഓരോ നേതാക്കന്മാരും എന്തൊക്കെ പത്രപ്രസ്താവനകൾ വിളിച്ചു പറഞ്ഞു, ഇലക്ഷൻ സമയത്തും അല്ലാത്ത സമയങ്ങളിലും എന്തൊക്കെ കേരളത്തിന്റെ ഈ സാമൂഹിക അന്തരീക്ഷത്തെ സ്പർദ്ധയുണ്ടാക്കുന്ന വിധത്തിൽ, മുസ്ലിം സമുദായത്തിന് മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ എന്തെല്ലാം വിളിച്ചു പറഞ്ഞു എന്നതിന്റെ കൃത്യമായ സ്റ്റഡി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ മുമ്പിലുണ്ട്. ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, രക്ഷിതാക്കളോട്, വടകര നാട്ടുകാരോട് ആവശ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സോളിഡാരിറ്റി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. ഇത് കേവലം ഒരു ഇടതുപക്ഷവും ഒരു കോൺഗ്രസും ഒരു മുസ്ലിം ലീഗും മാത്രം ഉൾപ്പെട്ട ഒന്നല്ല. ഇവിടെ അന്തസ്സോട് കൂടിയിട്ട്, നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊരു പാരമ്പര്യമുണ്ട്. ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനൊരു പാരമ്പര്യമുണ്ട്. പഠിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം യുവാക്കളെ കാര്യങ്ങളെ നല്ലപോലെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞങ്ങൾ തുറന്നു പറയും, ചില കാര്യങ്ങൾ ഞങ്ങൾ തുറന്നെതിർക്കും. കേരളത്തിന്റെ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ചില സ്ഥലങ്ങളെ കുറിച്ചാണ് കേൾക്കുമ്പം ആ സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭീകരതാന്തരീക്ഷമുണ്ട്. പാനായിക്കുളം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരും, പാനായിക്കുളത്തെ ചെറുപ്പക്കാർ മുഴുവൻ പലപ്പോഴും തീവ്രവാദികളും ഈ ഭീകരവാദികളുമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണം. പാനായിക്കുളം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ പറയുന്നു, ചിലയിടത്ത് നമ്മൾ നീതിക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കേണ്ടി വരും.
സോളിഡാരിറ്റി തീരുമാനിച്ചിട്ടുണ്ട് കാസർഗോഡ് റിയാസ് മൗലവിയുടെ നീതിക്ക് വേണ്ടിയിട്ട് നിരന്തരമായ ഇടപെടലുകൾ നടത്തുക. കാരണം ഒരു മുസ്ലിം വിരുദ്ധതയുടെ ഇരയാക്കപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഈ സമുദായത്തിന്റെ മുമ്പിൽ ധീരതയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി നിലയുറപ്പിക്കുക എന്നൊരു പണി ഇന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘം എന്ന നിലക്ക് അതിനാരുമായി കൊണ്ടും സഹകരിക്കാൻ സോളിഡാരിറ്റി തയ്യാറാണ് എന്നും കൂടിയാണ് ഈ സമയത്ത് എന്നെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ഇതിനെ തിരിച്ചറിയുക. ആർക്കും ചെന്ന് കൊട്ടാനുള്ള ചണ്ട അല്ല ഇവിടുത്തെ മുസ്ലിം സമുദായം. അന്തസ്സോട് കൂടിയിട്ടുണ്ട്. നിങ്ങളിവിടുത്തെ വിദ്യാഭ്യാസ മേഖലയും ബിസിനസ് രംഗത്തെ മേഖലകളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ പറയുന്നു, അങ്ങനെ പ്രതികരണ ശേഷിയുള്ള, നിങ്ങൾ പറയുന്നത് അപ്പടി തന്നെ വിഴുങ്ങുന്ന, ഇതന്നെയാണ് ശരിയെന്ന് പറയുന്ന ഒരു കൂട്ടരല്ല ഇപ്പം. അതുകൊണ്ട് കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടി വിട്ട് വേണം ഓരോ വാക്കുകളും നിങ്ങൾ പറയാൻ. കരുതലോടുകൂടിയിട്ട് വേണം നിങ്ങൾ ഓരോന്ന് ചെയ്യാൻ. എന്തിനാ വെറുതെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവര്. വളരെ ചെറിയ ഒരു കാര്യം എന്റെ സുഹൃത്ത് ഡിവൈഎഫ്ഐയുടെ എന്റെ പ്രവർത്തകൻ റിബേഷ് രാമകൃഷ്ണന് പറഞ്ഞാൽ മതി. എന്റെ ഭാഗത്ത് വന്നൊരു വീഴ്ചയാണ്. ഇപ്പൊ എന്നിട്ട് തിരുത്താണാകെ കൊണ്ടിട്ട് ടീച്ചർ പറഞ്ഞതും ശരിയായില്ല. ടീച്ചറാണോ ഗോവിന്ദ മാഷാണോ സീനിയർ? കേന്ദ്ര കമ്മിറ്റി അംഗമാണോ PB അംഗമാണോ സീനിയർ? ടീച്ചർ പറഞ്ഞത് ശരിയല്ല എന്ന് അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് പത്രസമ്മേളനം. ഉടനടി കൊണ്ടുതന്നെ റൂറൽ SP ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്താ അതിന്റെ പിന്നിലുള്ള ഒളിയ അജണ്ടകൾ? അവിടെയാണ് ഇടതുപക്ഷം തുറന്ന് സമ്മതിക്കണം, ഞങ്ങളുടെ പോളിസിയിൽ ഒരു മുസ്ലിം വിരുദ്ധതയുണ്ട് എന്ന് ഇടതുപക്ഷം തുറന്ന് സമ്മതിക്കണം. സോളിഡാരിറ്റി പറയുന്നു, ഇതിനെ തിരിച്ചറിയാൻ, ആരുടെ മുമ്പിലും ധീരതയോട് കൂടിയിട്ട് പറയാൻ സോളിഡാരിറ്റി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഒന്നാമത്തെ ഉദ്ഘാടനമാണ് വടകരയിൽ വെച്ചുള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷവും അത് നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധ സമീപനങ്ങൾ, അത് വളർത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ അനുകൂലമായ അന്തരീക്ഷം, ഇസ്ലാമോഫോബിക് അന്തരീക്ഷം, ഈ അന്തരീക്ഷത്തെ ഇവിടുന്ന് തുറന്നു തീർക്കാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പ്രിയപ്പെട്ടവരെ ശ്രമം നടത്തും. നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഈ സമരസംഘത്തിൽ നിങ്ങളുടെ പിന്തുണയുണ്ടാവണം, പ്രാർത്ഥനയുണ്ടാവണം. ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് തിരിച്ചറിയണം. പുതിയ തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ക്ഷണം സ്വീകരിച്ച് ഈ പൊതുസമ്മേളനത്തിലേക്ക് വന്നുചേർന്ന വടകരയിലെ എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ നാട്ടുകാർ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എല്ലാവർക്കും സോളിഡാരിറ്റി അഭിവാദ്യങ്ങളും ആശംസകളും നേർന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.